113ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർ സംഘചാലക് അഭിസംബോധന ചെയ്യും. പരിഷത്തിലേക്ക് 1 ലക്ഷത്തിലധികം പേരെത്തുമെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സർ സംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഹിന്ദു മതപരിഷത്ത് ഭൂമി. 1 ലക്ഷത്തിലധികം ആളുകളെ സംഘാടകർ പ്രതീക്ഷിക്കുന്നുണ്ട്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സർ സംഘചാലകന്റെ മഹത്തായ വാക്കുകൾ ശ്രവിക്കുന്നതിന് വേണ്ടി പരിഷത്ത് പുണ്യഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്നതിനുള്ള പടുകൂറ്റൻ വേദിയും ഒപ്പം തന്നെ മുഴുവൻ ആളുകൾക്കും ഇരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷാ വിന്യാസത്തിലാണ് ഈ സമ്മേളന വേദിയും പരിസര പ്രദേശങ്ങളും എല്ലാം തന്നെ. ഈ ചെറുകോൽപ്പുഴ, അയിരൂർ, കോഴഞ്ചേരി തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സർസംഘചാലകൻ ഇപ്പോഴുള്ളത് പന്തളത്താണ്. 3:20 ചെറുകോൽപ്പുഴയിലേക്ക് അദ്ദേഹം എത്തും. 3:20 ചെറുകോൽപ്പുഴയിലെത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പ്രധാന വേദിയിലേക്ക് എത്തിക്കും. 4 മണി മുതൽ അദ്ദേഹം വേദിയിലുണ്ടാകും. 4:15 പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. ഗുരു സ്മൃതിയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അദ്ദേഹം നിർവഹിക്കും. 4:30 അദ്ദേഹം ഹിന്ദുമത പരിഷത്തിന്റെ ഹിന്ദു ഏകതാ സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നിരവധി രാഷ്ട്രീയ സ്വയംസേവക പ്രവർത്തകരും മറ്റ് പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും സന്യാസി ശ്രേഷ്ഠന്മാരുമെല്ലാം ഇപ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ 158 ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് നടക്കുന്ന ഈ RSS സർസംഘചാലകന്റെ സാന്നിധ്യത്തിൽ ഇന്ന് ചേരുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സന്യാസി ശ്രേഷ്ഠർ ഇന്നത്തെ ഈ ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ഒരു സമ്മേളനത്തിനാണ് ഇന്ന് ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് പുണ്യഭൂമി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ BJP മിസോറാം മുൻ ഗവർണർ ഒപ്പം തന്നെ BJP നേതാവായ കുമ്മനം രാജേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഒരു ചരിത്ര നിയോഗത്തിനാണ് ഹിന്ദു പരിഷത്ത് ഭൂമി സാക്ഷ്യം വഹിക്കുന്നത്. 113 വർഷം പൂർത്തിയാക്കിയ ആ പരിഷത്ത് ഭൂമിയിലേക്ക് 100 വർഷം പൂർത്തിയാക്കിയ RSSന്റെ മേധാവി എത്തുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ആ ഒരു സാന്നിധ്യത്തെ? ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒട്ടേറെ വഴിത്തിരിവുകൾക്കിടയാക്കിയിട്ടുള്ള പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഭൂമിയാണ് ഈ പമ്പാതീരം. പ്രത്യേകിച്ച് ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ്റെ അടങ്ങുന്ന ഈ ഒരു പ്രദേശം. ഒട്ടേറെ മഹാത്മാക്കൾ വരികയും അവരുടെ ധർമ്മ പ്രഭാഷണങ്ങൾ കൊണ്ട് ധന്യമാവുകയും ചെയ്ത മണ്ണാണ്. അങ്ങനെ ഈ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള ഈ ചെറുകോൽപ്പുഴയിൽ ഭാരതത്തിൻ്റെ തന്നെ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ഒരു മഹാത്മാവ് എത്തുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തേണ്ട ഒരു മഹത് സന്ദേശം തന്നെയാണ്. ഈ ചെറുകോൽപ്പുഴ എന്ന് പറയുന്നത് ഈ മണ്ണിലാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് തടിച്ചുകൂടുന്നത്. ജാതി, മത, വർഗ, വർണ്ണ ഭേദ ചിന്തകൾക്ക് അതീതമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിനും വേണ്ടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടും നമുക്ക് പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ഏറ്റവും ധന്യമായ ഒരു മണ്ണാണ്. അവിടെയാണ് ഈ ഏകതാ സമ്മേളനം നടക്കുന്നത്. ഈ ഏകതാ സമ്മേളനത്തിന് ഉജ്ജ്വലമായ ഒട്ടേറെ സന്ദേശങ്ങളാണ് ലോകത്തിന് നൽകാനുള്ളത്. ലോകത്തോട് വിളിച്ചു പറയുകയാണ് ആ സന്ദേശങ്ങൾ. അത് തീർച്ചയായും സാംസ്കാരികമായ സമന്വയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സഹജീവനത്തിൻ്റെ ഒക്കെ ഉജ്ജ്വലമായ ഉദാത്തമായ സന്ദേശമാണ് ഈ ഏകതാ സമ്മേളനം ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇനിയുള്ള ഹിന്ദുമത പരിഷത്തിന്റെ ഇനിയുള്ള വർഷങ്ങളിലേക്കും വലിയൊരു നാഴികക്കല്ലായി മാറുകയാണ് സർസംഘചാലകന്റെ ഈ സാന്നിധ്യം. ഹിന്ദു ഏകതാ സമ്മേളനം, ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനം കൂടിയാണ് നടക്കുന്നത്. ഈ ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ ആഹ്വാനങ്ങൾ മുഴങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇത് തീർച്ചയായിട്ടും സദാനന്ദ സ്വാമികൾ, അതുപോലെ തീർത്ഥപാദ പരമഹംസ സ്വാമികൾ തുടങ്ങിയിട്ടുള്ള ഉജ്ജ്വലരായിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും വളരെ കഠിനാധ്വാനം ചെയ്ത് തുടങ്ങി വെച്ച ഒരു മഹാസംരംഭമാണ്. ആഗമാനന്ദ സ്വാമികളെപ്പോലെ ഈ കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും ഈ മണ്ണിൽ വന്നിട്ടുണ്ട്. ഇത്രയേറെ പഴക്കമുള്ള ഒരു കൂട്ടായ്മ, ഒരു ഒത്തുചേരൽ വേറെ ഒരിടത്തും നടക്കുന്നില്ല. പമ്പാ നദിയുടെ തീരം എന്ന് പറയുന്നത് അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ കളിത്തൊട്ടിലാണ്. ഈ മണ്ണിൽ ഒട്ടേറെ കഥകൾ അന്തിയുറങ്ങും.
ചരിത്ര സംഭവങ്ങളുടെ മുഹൂർത്തങ്ങൾ, ഉജ്ജ്വല മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാമായണ കഥ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പമ്പയുടെ തീരപ്രദേശം മുഴുവൻ തന്നെ ഉജ്ജ്വലങ്ങളായ ഉദാത്തമായ പൈതൃകങ്ങളുടെ ഒരു നേർക്കാഴ്ച നമുക്ക് എന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ്, പമ്പയുടെ തീരത്തേക്കാണ് ഈ ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായി തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയും. ആ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് പമ്പ തീരം. അദ്ദേഹം കുമ്മനം രാജശേഖരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാസക്കാലം നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് ഈ ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയത്. വിവിധ പരിപാടികളുടെ എല്ലാം പൂർത്തീകരണത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് ഇന്ന് വൈകിട്ട് 4:30 അദ്ദേഹം ഈ പമ്പാ തീരത്തെ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആ നിമിഷം. ശരി മിഥുൻ. 113ാമത് ആയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൽ ഇന്ന് RSS സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്ക് ഹിന്ദു ഏകതാ സമ്മേളനത്തെ സർ സംഘചാലക് അഭിസംബോധന ചെയ്യും. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.